എന്തുപറ്റി? കുടിയനെ കെട്ടിയ പെണ്ണിന്റെ ലൈഫ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ പാണ്ടിക്കാരന്റെ മോന്ത പോലെയാ. തമിഴ്നാട്ടിൽ മോന്തയ്ക്ക് മൂഞ്ചി എന്ന് പറയും. എവിടെ പോയി ഒളിച്ചിരിക്കുവാടി? മര്യാദയ്ക്ക് വന്ന് മേടിക്കാനുള്ള മേടിച്ചാ കിട്ടുന്ന ഇടിയുടെ എണ്ണവേലും കുറയും. ഇതെന്നതാ പ്രേമലേഖനോ? ഞാൻ പോവാ, തിരിച്ചു വരത്തില്ല, എന്നെ തിരക്കണ്ട. സമാധാനമായിട്ട് കുടിച്ച് കൂത്താടി നടന്നോ സിനിമോൾ. സെമിത്തേരിയിൽ എന്നാടാ ഒരു അനക്കം? താൻ കൂടെ വന്നേ, നോക്കാം. ആരാടാ അതെ? മണ്ണാരം മോഷ്ടിക്കാൻ വന്നവനാണ്. ആരാ അതെ? എന്റെ ഈശോ മാതാവേ, ഇവ ഇതെന്നാ മരത്തിന്റെ മോളില് ഇറങ്ങാ മരത്തിന്ന്? ഞാൻ തൂങ്ങാൻ പോവാ. എടാ മരത്തി തൂക്കലെന്ന്, ഇറങ്ങാൻ താഴെ. ഞാൻ തൂങ്ങും. എടാ ഞാനാ പറഞ്ഞ തൂക്കലെന്ന്, ഇറങ്ങാൻ താഴെ. ഞാൻ തൂങ്ങിയ മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? എന്നാ പറ്റാനാ? മരക്കൊമ്പെന്ന് കൂത്തി വീണ നല്ല സുഖല്ലേ? നിന്നോട് അതിൽ തൂങ്ങലെന്ന് പറഞ്ഞല്ലേ? കേട് മൂത്തോ കൊമ്പായിരുന്നു, തുറിച്ച് തേച്ചേക്കുന്ന കണ്ടില്ലായോ? എന്നാ പിന്നെ നേരത്തെ പറയാൻ മേലായിരുന്നു അച്ചോ. അതേടാ, ഇനി തൂങ്ങിച്ചാൻ പറ്റുന്ന കൊമ്പയിലെല്ലാം ഞാൻ ബോർഡ് കൂടി തൂക്കിയിടാം. എന്നതായിരുന്നടാ ഇത്ര തന്നെ നിനക്ക് തൂങ്ങാൻ? എന്റെ കെട്ടിയോളില്ല അച്ചോ, സിനിമോൾ. അവളെന്നെ വിട്ടേച്ചും പോയി. ആ വിഷമം കൊണ്ട് തൂങ്ങിയതായിരുന്നു. ഒന്ന് പൊക്കിയടാ ഈ വേതാളത്തെ. വരുന്നു. ഹലോ ഹലോ അച്ചു, ഇത് ഞാനാ സിനി. നീ ഇപ്പൊ എവിടുന്നാ? ഞാനിപ്പോ വയനാട്ടിൽ നിന്നാ അച്ചു. ഇവിടെ കാരുണ്യ എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, മഠം നടത്തുന്നതാ. അറിയാം. ഇവിടെ 2 നഴ്സുമാരുടെ ആവശ്യമുണ്ടെന്ന് ഹോസ്പിറ്റലിലെ മദർ കുറച്ച് നാളായിട്ട് പറയുന്നതാ. ഞാനിങ്ങോട്ട് പോന്നച്ചു. ഇനി ഞാൻ അവിടെ നിന്ന് ശരിയാവത്തില്ല. മോളെ, ജോയ് നീ തമ്മിൽ എന്താ പ്രശ്നം? സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അച്ഛൻ തന്നെ നേരിട്ട് ചോദിച്ചാ മതി. നീ അവിടെ നിന്ന് വാകൊച്ചേ. നീയും കൂടെ ഒരു കാലത്ത് നന്നാവത്തില്ല. നന്നാക്കാൻ നമ്മളെല്ലാം ഇത്രയും കാലം നോക്കിയിട്ട് നടന്നില്ലല്ലോ. ഇനി തന്നെ നന്നാവട്ടെ. ഞാനിവിടെ എത്തിയെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഒരു മിനിറ്റ്. പറ. ആര് പറഞ്ഞടാ ഇതെടുത്ത് തരാൻ? വേറെ ഒന്നും കിട്ടിയില്ല ചോ. ഊരടാ. അല്ലെങ്കിൽ വേണ്ട. എടാ ലോക ഊരാൻ. പിന്നെ വല്ലോം കണ്ട് പേടിച്ചേച്ച് പനി പിടിക്കരുത് കേട്ടോ അച്ചോ. എടാ ഞാനാ പറഞ്ഞ ലോകം ഊരാൻ. അടിയിലൊന്നും ഇട്ടിട്ടില്ലെന്ന്. വൃത്തികെട്ടവൻ. ഓ, അടിയിലിടാത്ത ഞാൻ വൃത്തികെട്ടവനാണെങ്കിൽ എന്നെ ഇട്ടേച്ചും വല്ല വഴിക്കും പോയവളെ അച്ഛൻ എന്നാ വിളിക്കും? കെട്ടിയോന്മാരുടെ കയ്യിരിപ്പ് മോശമാകുമ്പോഴേ കെട്ടിയോന്മാർ അവരവരെ വഴിക്ക് പോകും. ഇതിന് മാത്രം എന്ത് പുകിലാടാ നീ വീട്ടിൽ കാണിച്ചത്? അതിപ്പോ ഏത് കെട്ടിയോനും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാകത്തില്ലേ? എന്നതാ മിസ്അണ്ടർസ്റ്റാൻഡിങ്? തെറ്റിദ്ധാരണ. ജോയിയുടെ കാര്യം ശരിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കിപ്പോഴില്ല. നിന്നോടല്ലാതെ ഞാൻ ആരോടാ സങ്കടം പറയുന്നു? എനിക്കറിയാം, ഇപ്പൊ നിനക്കും എന്നെ വേണ്ടാതായി. എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നേരമില്ലല്ലോ. അളിയ കേട്ടോടത്തോളം ഇത്തിരി പ്രശ്ന. ഈടാ, പക്ഷെ വേറെ ആരുടെ ശബ്ദമൊന്നും കേട്ടില്ല. ഇനി അവള് പൂച്ചയോടോ മറ്റു വർത്താനം പറഞ്ഞായിരിക്കൂ. പൂച്ചയാണെങ്കിൽ കുഴപ്പമില്ല. ആള് മാറുമ്പോ അടുക്കളയിൽ കയറുന്നുള്ളൂ. ആള് മാറുമ്പോ കട്ടിലിൽ കയറുന്ന ഒരു ജന്തു ഉണ്ട്.
ജാരൻ മാർജാരൻ. വെട്ടി നിരത്തിക്കളയും ഞാൻ. താനൊരു മാതിരി തളത്തിൽ ദിനേശനാവല്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ? പഴം വിഴുങ്ങിയിരിക്കണം? അങ്ങനല്ല, കട്ട് തിന്നാൻ ആരെങ്കിലും വന്ന അവനെ കയ്യോടെ പിടിക്കണം. പിടിച്ച ലവന്റെ അവസാനവാ. ആകെപ്പാടെ ഞായറാഴ്ച മാത്രം എനിക്കൊരു ഓഫ് കിട്ടുന്നത്. അന്നേരമെങ്കിലും കള്ളു കുടിക്കാൻ പോകാതെ ഈ പെരക്കാത്തിരുന്നാൽ എന്താ? ഓ, കള്ളു കുടിക്കാനൊന്നും അല്ലടി. നമ്മുടെ മറ്റത്തിക്കാരുടെ കിണറ്റില് ഒരു പട്ടി വീണ് കിടപ്പുണ്ട്. വിളക്കൂതയും കൂട്ടി ചെന്ന് അതിനൊന്ന് പൊക്കിയെടുക്കണം. ഉണ്ണാൻ കാണത്തില്ലേ? ഓ ഇല്ലടി, ഞാനേ ആ കിണറോട് ഒന്ന് തേയി കൊടുത്തേച്ചാ വരത്തുള്ളൂ. നീ കഥ കടച്ചോ. അതെ, നീ മാത്രമല്ലേ ഉള്ളു എനിക്ക്. കിണർ തേകാനും കുളം വൃത്തിയാക്കാനും ഒന്നും അല്ല ജോലി പോയേക്കുന്നത്, കള്ളി ഷാപ്പിലോട്ടാ. നിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ എനിക്ക് ശകലെങ്കിലും സുഖം കിട്ടുന്നു. അപ്പൊ എന്റെ കൂടെ കിടക്കുമ്പോ നിനക്ക് കിട്ടുന്ന എന്നതാടി? ഏത്തക്കാ പൊഴിഞ്ഞതോ? രണ്ടിന്റെ അസുഖം ഞാൻ ഇന്ന് തീർത്തു തരാം. അല്ല, ഇവൻ ആരാണെന്ന് ആദ്യം അറിയണമല്ലോ. നീ എന്നെ മൊത്തത്തിൽ കൈവിടുകയെന്ന് എനിക്കറിയാം. കാര്യം കള്ളൊക്കെ കുടിക്കുമെങ്കിലും ഞാനെന്ന് വെച്ചാൽ ജോയ്ക്ക് ജീവനാ. ആ കള്ളുകൂടി ഒന്ന് നിർത്തിച്ചു തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. പിന്നെ കൈക്കൂലിയായിട്ട് ഈ തിരിയൊക്കെ കത്തിച്ചേക്കുന്നേന്ന് ഓർത്തേക്കല്ലേ കേട്ടോ. ഞാൻ എന്നാ ഒരുത്തനാ? എന്നതാടാ ഏണിയക്കാരി ഒളിഞ്ഞു നോക്കുന്നേ? അത് ഇതിനകത്തൊരു പാമ്പ്. പാമ്പിന്റെ വീട്ടിൽ വേറെ പാമ്പോ? പാമ്പ് തന്നെ തന്ത. അല്ല, കിളി പറന്നുപോയി. ഓ ഓ, ഇതെന്നാ നേരത്തെ പട്ടിയെ കയറ്റിയില്ലേ? അത് തന്നെ കേറിപ്പോയി. പട്ടി തന്നെ കേറിപ്പോയോ? അല്ല, ആരോനെ കയറ്റി വിട്ടുന്ന്. ഇന്ന് നല്ല കൊച്ചായിട്ടാണല്ലോ വരവ്. എനിക്ക് വിശക്കുന്നു, ചോറ്. ഉണ്ണാൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വെച്ചില്ല. ഇന്നലത്തെ മീൻകറി ചെയ്ത്. എന്നാ പറ്റി ഷാപ്പിലൊന്നും കയറാതെ നേരത്തെ ഇങ്ങ് പോന്നത്? സത്യം പറഞ്ഞ ഞാനിന്നും മനപ്രയാസം കൊണ്ട് രണ്ടെണ്ണം അടിച്ചാലോ എന്ന് വിചാരിച്ചതാ. എന്നതാ ഇപ്പൊ ഇതിന് മാത്രം മനപ്രയാസം? ഞാൻ നിന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയടി. നീ കർത്താവിനോട് വർത്താനം പറയുന്ന കേട്ടപ്പോ ഞാൻ ഓർത്തു ഇവിടെ വേറെ ആരാണ്ട് വരുന്നുണ്ടെന്ന്. വേറെ ആര് വരാനാ ഇവിടെ? അല്ല, ഈ മറ്റവനെ. മറ്റവനോ? ജാരൻ. ആര്? അങ്ങനല്ല, ഈ ജാരൻ എന്ന് പറയുമ്പോ ഞാനും ഒരു ഭർത്താവല്ലേ? മീൻചട്ടി കൊണ്ടല്ല, വെട്ടുകത്തി കൊണ്ടാ കീച്ചേണ്ടിയിരുന്നത്. അത് ശരി. ചട്ടിക്കടിച്ചേച്ച് പോയ അവള് പുണ്യാളത്തി. ചെവിയിലും കണ്ണിലും മത്തിച്ചാറ് കയറിയ ഞാൻ ശശി. അതെന്നാ മര്യാദ അച്ഛനൊന്ന് വിളിച്ചു ചോദിച്ചാ അവളെ? എനിക്ക് പറ്റത്തില്ല, നീ തന്നെ കേട്ടോണ്ടാ മതി അവളെ വായിരിക്കുന്നത്. ഓഹോ, അച്ഛൻ അവളെ പേടിയായിരിക്കും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ അവളുടെ കെട്ടിയോനാ. ആണുങ്ങളായ ധൈര്യം വേണോ അച്ചോ, ധൈര്യം. ഓ, ഞാൻ പെണ്ണാണെന്നേ ധൈര്യം ഇത്തിരി കുറവാ. തന്നെ തന്നെ വിളിച്ചോണ്ടാ മതി. വർഗീസേട്ടോ, എന്തോ ചെവി ഒത്തിക്കും. അവള് ഫോൺ എടുത്താലേ ചെവിയുടെ മാൻഡിൽ അടിച്ചു പോകുന്ന തെറിയാ ഞാൻ കീറാൻ പോകുന്നത്. ഹലോ,
കാരുണ്യ വൃദ്ധസദനമല്ലേ? അവിടെ പുതുതായിട്ട് വന്ന സിനിമോൾ എന്ന പേരുള്ള നേഴ്സില്ലേ, അവിടെ ഭർത്താവാ സംസാരിക്കുന്നത്. ആഹാ, നീയാണല്ലേ ഈ ജോയ് എന്ന് പേരുള്ള നട്ടലില്ലാത്തവൻ. കുടുംബത്തെ കാര്യങ്ങൾ നോക്കാതെ കള്ള് ഷാപ്പ് നിറങ്ങി നടക്കുന്ന നീയൊക്കെയാണോടാ ഒരു ഭർത്താവ്? ആണുങ്ങൾക്ക് നാണക്കേട്ടുണ്ടാക്കാനായിട്ട് എല്ലായിടത്തും കാണും ഇങ്ങനെ കുറെ കാശിനും മണ്ണിനും ഗുണമില്ലാത്തവന്മാര്. മൂക്കിന്റെ കീഴെ മീശ വെച്ചോണ്ട് നടന്നാലൊന്നും ആണാകത്തില്ലടാ. ആട്ടി ചെല്ലൊടിച്ചിടാൻ ഈ പെങ്കൊച്ചിന് നല്ല ആങ്ങളമാരില്ലാത്ത നിന്റെയൊക്കെ ഈ കുന്തളിപ്പിന് കാരണം. ഇനി മേലെ ഈ പെങ്കൊച്ചിനെ വിളിച്ച് ശല്യം ചെയ്യാൻ നിന്ന മത്തിച്ചാറല്ല, നിന്റെ വായിക്കകത്ത് ഇരുമ്പ് തിളപ്പിച്ചൊഴിക്കും ഞാൻ. വെക്കടാ ഫോൺ. ജോയേ, ഓ, അവളെ കിട്ടിയോ? അവളെ കിട്ടിയില്ല, പക്ഷെ എനിക്ക് പുഷ്ടിക്ക് കിട്ടി. നീ ലോഹയൊക്കെ ഉരച്ചിട്ട് മനുഷ്യന്റെ വേഷത്തിൽ ഇനി വാ, എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. മദ്യപാനം മഹാപാപമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ നമ്മൾ മദ്യം കുടിക്കുന്നതിന് പകരം മദ്യം നമ്മളെ കുടിക്കുന്നത് അത്ര കേവം കാര്യമൊന്നുമല്ല. എന്റെ പൊന്നച്ചോ, കരള് പഴുത്തിയാത്ത കള്ളുവർക്കിയുടെ മോൻ പിന്നെ കള്ളു കുടിക്കാതെ പാലും വെള്ളം കുടിക്കാന്നാണോ അച്ഛൻ ഓർത്തത്? കരള് മാത്രം എന്തിനാക്കുന്നേ? കുടലും കൂടെ അങ്ങ് പഠിപ്പിച്ചോ? കുപ്പിയിലെ മുകളിൽ ഒരു നിപ്പിലിട്ടിട്ട് 24 മണിക്കൂറും ചപ്പിക്കൊണ്ടിരുന്നോ? കള്ളുകൂടി നിർത്തണമെന്ന് ഓർക്കാഞ്ഞിട്ടൊന്നും അല്ല. എന്നും നേരം വിളിക്കുമ്പോ ഒടുക്കത്തെ കുറ്റബോധം തോന്നും. ഇനി കൈ കൊണ്ട് തൊടുകലാന്ന് ഓർക്ക്. പക്ഷെ അന്ത്യം മയക്കുമ്പോഴത്തേക്കും കൈ വിറയ്ക്കാൻ തുടങ്ങും. അതങ്ങനെയാ. കളറും കയറ്റി കുപ്പിക്കകത്ത് അടച്ചു വെച്ചിരിക്കുന്ന മദ്യം സത്യത്തിൽ എന്താണെന്നറിയോ? ചെകുത്താന്റെ മൂത്രം. അതിങ്ങനെ മാടി വിളിച്ചോണ്ടിരിക്കും. എടാ, കള്ളുകുടിക്ക് ഒരിക്കലും സന്തോഷമുള്ള ഒരു അവസാനമില്ല. കയ്യിലുള്ള കാശ് പോവും, ബോധം പോവും, ആരോഗ്യവും മനസമാധാനവും പോവും, ചിലപ്പോഴോ ചത്തും പോവും. ഇനിയിപ്പോ ഇതൊന്നും നടന്നില്ലല്ലോ, അപ്പൊ കള്ളും തീർന്നു പോവും. ഈ കൂടിയൊന്ന് നിർത്താൻ എന്നതാച്ചോ വഴി? അത് പറ. നീ ഇത് കാര്യമായിട്ടാണോ ചോദിച്ചത്? ആന്നച്ചോ. എന്നാ ഞാൻ പറയുന്ന ഇടം വരെ ഒന്ന് പോവാവോ? പോവാ. വാക്കാണേ. വാക്കാച്ചോ. എന്നാന്ന് വെച്ചാ അറിയാവുന്നവര് പറയുമ്പോഴല്ലേ നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സംശയം ചോദിച്ചോട്ടെ അച്ചോ? ഇതിനെപ്പറ്റിയൊക്കെ ഇത്രയും മനസ്സിലാക്കണേല് ചോദിച്ചോളൂ. അച്ഛൻ നല്ല ഗീറ അല്ലേ?